ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 61-ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക്, ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അന്ത്യോക്യൻ ആരാധനാക്രമത്തിലെ വചനിപ്പ് കാലം അവസാനിച്ചിരിക്കുന്നു. രണ്ടാം കാലമായ എൽദാ ജനഹ കാലം ഇന്ന് സമാരംഭിക്കുന്നു. എൽദാ തിരുനാളിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് നാം ഇന്ന് ആചരിക്കുക. ഇവിടെ യേശുവിൻ്റെ തിരുജനനത്തിന് മുമ്പുള്ള ഒരുക്ക വിവരണമാണ് വചനത്തിലൂടെ നാം ശ്രമിക്കുക. ഈ തിരുവചന ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനഭാഗം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുവാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചു എന്ന ചരിത്ര സംഭവത്തിന് ആമുഖം ഒരുക്കുകയാണ് ഇന്നത്തെ ഈ വേദഭാഗത്തുകൂടി ലൂക്കാസ് വിശേഷം. യേശുവിൻ്റെ തിരുജനനവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ലൂക്കായുടെ അവതരണമാണ് 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനഭാഗത്ത് നാം കാണുന്നു. ഈ വേദഭാഗത്തെ 3 നമുക്ക് തിരിക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനഭാഗം യേശുവിൻ്റെ ബേത്ലഹേം ജനനത്തിന്റെ പശ്ചാത്തലം അവതരിപ്പിക്കുന്നു. 2-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ യേശുവിൻ്റെ കാലിത്തൊഴുത്തിലെ ജനനം അവതരിപ്പിക്കുന്നു. 3-ാം ഭാഗമായ 2-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള വചനഭാഗം യേശുവിൻ്റെ തിരുജനനത്തെ കുറിച്ചുള്ള മാലാഖായുടെ അറിയിപ്പും അതിനോടുള്ള ആട്ടിടയന്മാരുടെ പ്രതികരണവും അവതരിപ്പിക്കുന്നു. ഇതിൽ യേശുവിൻ്റെ ബേത്ലഹേം ജനനത്തിന്റെ പശ്ചാത്തലം മാത്രമാണ് ഇന്നത്തെ പരിചിന്തനത്തിന് നാം വിഷയമാക്കുക. എൽദാ തിരുനാളിൽ യേശുവിൻ്റെ ജനനം മുതലുള്ള സംഭവങ്ങൾ നാം അനുസ്മരിക്കുന്നത് കൊണ്ട് അതിനു മുമ്പുള്ള ഈ ഞായറാഴ്ച യേശുവിൻ്റെ തിരുജനനത്തിന്റെ പശ്ചാത്തല സംഭവങ്ങൾ ലൂക്കാസ് വിശേഷകന്റെ അവതരണം അനുസരിച്ച് എപ്രകാരമാണ് എന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ചരിത്ര അവതരണത്തിന് പ്രാധാന്യം നൽകുന്ന ലൂക്കാസ് വിശേഷകൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നിടത്ത് തന്നെ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന വേദഭാഗം എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതലേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്ന ഉചിതമെന്ന് എനിക്ക് തോന്നിയെന്ന് ശ്രേഷ്ഠനായ തെയോഫിലോസിനെ സംബോധന ചെയ്തുകൊണ്ട് ലൂക്കാസ് വിശേഷൻ പറയുന്നുണ്ട്. സൂക്ഷ്മമായി, കൃത്യമായി, വ്യക്തതയോടെ അവതരിപ്പിക്കുന്ന ഒരു ശൈലി ലൂക്കായുടേതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വേദഭാഗത്ത് അതിന് പശ്ചാത്തലം ഒരുക്കുമ്പോൾ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സ്ഥലകാല സാഹചര്യം അവതരണത്തിന് ലൂക്ക പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു.
അത് യേശുവിൻ്റെ ചരിത്രപരതയിലേക്കാണ് വെളിച്ചം വീശുക. രക്ഷകനായ യേശു ചരിത്ര പുരുഷനായിരുന്നുവെന്നും നമുക്കൊക്കെ സുപരിചിതമായ സ്ഥലകാല പശ്ചാത്തലത്തിൽ അവതരിച്ചു എന്നുള്ളതും ഈ ലോകത്തോട് പ്രഖ്യാപിക്കപ്പെടണം. ഒന്നാമതായി അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ലൂക്ക അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നാം ഇവിടെ കേൾക്കുക, അക്കാലത്ത് ലോകം ആസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു എന്ന്. ആരാണ് ഈ അഗസ്റ്റസ് സീസർ? അഗസ്റ്റസ് സീസറിന്റെ ഭരണം BC 27 മുതൽ AD 14 വരെ ഉള്ള കാലഘട്ടമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തിയും അധികാരപരിധിയും ഇവിടെ പരാമർശിക്കുന്നു. നാം മനസ്സിലാക്കുന്നത് പോലെ യൂറോപ്പ്, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ മിക്ക രാഷ്ട്രങ്ങളും റോമൻ അധികാരത്തിന് കീഴിലായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് റോം ആധിപത്യമുള്ള ചക്രവർത്തി അഗസ്റ്റസ് സീസർ ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അതിനെ ലോകമാസകലമുള്ള ജനത എന്നുള്ള പരാമർശത്തോടു കൂടി സാർവത്രികത ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇംഗ്ലണ്ടിനെ നാം പറയുന്നത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്നാണ്. കാരണം ഇംഗ്ലീഷ് ആധിപത്യത്തിലായിരുന്ന വിവിധ രാജ്യങ്ങളിൽ സൂര്യൻ അസ്തമിക്കില്ല എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പകലാവുമ്പോൾ മറ്റു ചില രാഷ്ട്രങ്ങളിൽ രാത്രിയാകും. അത്രമാത്രം അവരുടെ അധികാര പരിധി വിസ്തൃതമായിരുന്നു എന്ന് കാണിക്കുവാനാണ് അപ്രകാരം പറയുക. അതുപോലെ തന്നെ ഇവിടെ ലോകം ആസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം, ഒരു സെൻസസ് എടുക്കണം എന്നുള്ള കൽപ്പന. അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസറിന് നിയമപരമായിട്ട് അധികാരമില്ല. പക്ഷേ അവരുടെ സാമ്രാജ്യം വിസ്തൃതമായിരുന്നതിനാൽ ഈ പരാമർശം അവരുടെ അധികാരത്തിന് കീഴിലുള്ള ജനതകളെ പരാമർശിക്കുന്നതാണ്. സീസർ ആരാണ്? റോമൻ ചക്രവർത്തിയുടെ സ്ഥാനപ്പേരാണ് സീസർ എന്നുള്ളത്. അവരുടെ വ്യക്തിപരമായ പേരുകൾ ചേർത്തുകൊണ്ട് ഈ സ്ഥാനപ്പേര് പറയുകയാണ് സാധാരണ ചെയ്യുക. ഇവിടെ യേശു ജനിക്കുന്ന സമയത്ത് അഗസ്റ്റസ് സീസറിന്റെ ഭരണമായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BC 27 ഭരണം ആരംഭിച്ച അഗസ്റ്റസ് സീസർ AD 14 തന്റെ ഭരണം അവസാനിപ്പിക്കുക. ദീർഘമായ ഒരു ഭരണകാലം. ആ കാലഘട്ടത്തിലാണ് യേശുവിന്റെ ജനനം. അഗസ്റ്റസ് സീസറിനെ കുറിച്ച് യഹൂദ ചരിത്രകാരനായ ജോസഫൂസ് പറയുന്നു, അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലം സമാധാനത്തിന്റെ കാലഘട്ടമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന ലോകരക്ഷകനായ യേശുവിന്റെ കാലഘട്ടവും ഒരു സമാധാനത്തിന്റെ വലിയ സന്ദേശം നൽകുന്ന, ദൂത് നൽകുന്ന ഒരു കാലഘട്ടമായി സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. യേശു ജനിച്ചപ്പോൾ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുവിന്റെ ജനനം ഈ ലോകത്തിന് സമാധാനത്തിന്റെ ദൂതായിരുന്നു. അത് 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇതാണ് കാണുക. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 38-ാം തിരുവചനത്തിലും ഈ സമാധാനത്തിന്റെ ദൂത് രക്ഷകന്റെ വലിയൊരു സമ്മാനമായി അവതരിപ്പിക്കപ്പെടുന്നു. ലോകം ആസകലമുള്ള ജനതകളുടെ ഒരു കണക്കെടുപ്പ്, ഒരു സെൻസസ് നടത്തുവാനുള്ള കൽപ്പന. ഈ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ശരിയല്ല എങ്കിലും യേശുവിന്റെ സാർവത്രികത അവതരിപ്പിക്കുവാൻ ലൂക്ക സ്വീകരിച്ച മാർഗമായിട്ട് നമുക്ക് അനുമാനിക്കാം. ഇവിടെ പരാമർശിക്കുന്ന ഒരു കണക്കെടുപ്പിന്റെ ചരിത്രപരത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. ഇത് വിശുദ്ധ ലൂക്കായുടെ തനതായ ഒരു അവതരണമായിട്ട് ബൈബിൾ വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കുന്നു. കാരണം ലൂക്ക തന്നെ എഴുതിയ അപ്പസ്തോല നടപടി 5-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇപ്രകാരമുള്ള ഒരു
കാനേഷുമാരി അല്ലെങ്കിൽ ഒരു കണക്കെടുപ്പ്, ഒരു സെൻസസ് പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കാലഘട്ടം ഇവിടെ യേശുവിന്റെ ജനന കാലഘട്ടവുമായി യോജിക്കുന്ന ഒന്നല്ല. AD 44-46 കാലഘട്ടത്തിലാണ് അപ്പസ്തോല നടപടിയിൽ പരാമർശിക്കുന്ന ഈ കണക്കെടുപ്പ് നടന്നത്. അതുകൊണ്ട് ലൂക്ക കണക്കെടുപ്പിനെ കുറിച്ച്, സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ അത് കേവലം ഒരു ചരിത്ര വസ്തുത എന്നതിലുപരിയായിട്ട് യേശുവിൻ്റെ സാർവത്രികമായ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നതിന് തുല്യമാണ്. ഇനിയും ഹെറോദേസ് യൂദയ രാജാവായിരുന്നു എന്നുള്ളതാണ് മത്തായിയും ലൂക്കായും സാക്ഷിക്കുന്ന വസ്തുത. കിരീനിയോസ് എന്ന പരാമർശം മറ്റു സുവിശേഷ ഭാഗങ്ങളിൽ നാം കാണുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യം പരാമർശിച്ചുകൊണ്ടായിരിക്കണം ഇപ്രകാരം ലൂക്ക അത് സാക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഹെറോദേസ് യൂദയ രാജാവായിരുന്നു എന്നുള്ള പരാമർശം നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നു. എല്ലാവരും സ്വന്തം നാട്ടിൽ പോയി ഈ പേരെഴുത്ത് നടത്തണം എന്നുള്ളതാണ് കൽപ്പന. ഇതാണ് പാരമ്പര്യം. നമുക്കറിയാം, പലപ്പോഴും ഇന്നത്തെ കാലത്ത് പോലും വോട്ട് ചെയ്യുവാനായിട്ട് പലരും സ്വന്തം നാട്ടിൽ ആ വോട്ടവകാശം നിലനിർത്തുന്നതായിട്ടുള്ള ഒരു പാരമ്പര്യം ഇന്ന് പോലുമുണ്ട്. ഈ കണക്ക് കൊടുക്കുന്നത് സ്വന്തം നാട്ടിൽ പോയി വേണം എന്നുള്ളത് അവരുടെ പാരമ്പര്യമായിരുന്നു. ജോസഫിനെ ദാവീദുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുമ്പോഴാണ് ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേം ജോസഫിന് പേരെഴുതുവാനുള്ള സ്ഥലമായി മാറുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അതിന്റെ പ്രാരംഭ ഭാഗത്തെ വംശാവലി വിവരണത്തിലും തുടർന്ന് സ്വപ്ന സന്ദേശത്തിലും ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്ന പരാമർശം വ്യക്തമാണ്. വംശാവലിയിൽ ദാവീദിന്റെ വംശത്തിലാണ് ജോസഫ് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട് സുവിശേഷൻ. തുടർന്ന് വരുന്ന ഭാഗത്ത് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫിനെ സംബോധന ചെയ്യുന്നത് ദാവീദിന്റെ പുത്രനായ ജോസഫ്, ഈ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കുമെന്ന് ദൈവദൂതൻ മറിയത്തോട് ദൂതറിയിക്കുമ്പോൾ പറയുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നു, യേശുവിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നു, ആ യേശുവിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ജോസഫിന്റെ ഗോത്രത്തില്, കുടുംബത്തില് യേശു ജനിക്കുന്നു എന്നുള്ളതിന്റെ പരാമർശമാണ് ഇവിടെ നാം കാണുന്നത്. ഇന്നത്തെ വേദഭാഗത്തും ബേത്ലഹേമിലേക്കുള്ള ജോസഫ് മറിയം ദമ്പതികളുടെ യാത്രയുടെ കാരണവും ഈ ജോസഫ് ദാവീദ് ബന്ധമാണെന്ന് വ്യക്തമാണ്. ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവൻ അതാണ് ജോസഫ്. ഗലീലയിലെ നസ്രത്തിൽ നിന്നും യൂദയായിലെ ബേത്ലഹേമിലേക്ക് തന്റെ ഭാര്യയെ കൂട്ടി പോകുന്ന ജോസഫിനെ നാം കാണും. ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ യേശു വന്ന് ജീവിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കുന്ന വസ്തുതയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 23-ാം തിരുവചനം പറയുന്നു, ഹെറോദേസിനെ പേടിച്ച് ഭയന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ ജോസഫും മറിയവും ഉണ്ണിയേശുവും ഹെറോദേസിന്റെ മരണശേഷം ദൂതൻ സ്വപ്നത്തിൽ കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ദേശത്ത് വന്ന് നസ്രത്തിൽ താമസമാക്കി. നസ്രായൻ എന്ന പേരിൽ അറിയപ്പെടുവാനായിട്ട് അവൻ നസ്രത്തിൽ താമസിച്ചു എന്ന് മത്തായി 2:23 നാം വായിക്കുന്നു. ഇപ്രകാരം നസ്രത്തിൽ നിന്നും, തൻ്റെ താമസ സ്ഥലമായ നസ്രത്തിൽ നിന്നും കുടുംബ സ്ഥലമായ പട്ടണമായ ബേത്ലഹേമിലേക്കാണ് ഇവർ യാത്ര ചെയ്യുക. ബേത്ലഹേം, ഈ ബേത്ലഹേമിന്റെ പ്രത്യേകത, അതിന് വാച്യാർത്ഥത്തിൽ അത് ബേത്ത് ലഹേം, അപ്പത്തിന്റെ ഭവനം എന്ന പേരിലാണ് ബേത്ലഹേം അറിയപ്പെടുക. ഇത് ദാവീദിന്റെ പട്ടണം എന്ന പേരിലാണ് മനസ്സിലാക്കുക. നസ്രത്തിൽ നിന്നും
11 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബേത്ലഹേം. ജെറുസലേമിൽ നിന്നും കേവലം 8 കിലോമീറ്റർ മാത്രം ദൂരം. ദാവീദിന്റെ കുടുംബം നഗരമാണിത്. 1 സാമുവേൽ 16 അധ്യായം 4 തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് സമൂവേൽ ആ ബേത്ലഹേമിൽ എത്തിച്ചേരുന്നു. അവിടെ 16 അധ്യായത്തിൽ 1 സാമുവേൽ 16 ബേത്ലഹേം ദാവീദിന്റെ പട്ടണമാണ് എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. ബേത്ലഹേമിൽ നിന്നും പുതിയ രാജാവ് ഉദയം ചെയ്യുമെന്ന് മീഖ പ്രവാചകൻ തന്റെ പ്രവചനത്തിൽ പ്രഖ്യാപിക്കുന്നു. മീഖായുടെ പുസ്തകം 5 അധ്യായം 2 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. ഈ പ്രവചന ഭാഗം മീഖായുടെ പുസ്തകം 5 അധ്യായം 2 തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ ദാവീദിന്റെ പട്ടണമാണ് ബേത്ലഹേം എന്നും ബേത്ലഹേമിലാണ് യേശു ജനിക്കുന്നതെന്നും രക്ഷകൻ ജനിക്കുന്നതെന്നുമുള്ള ആ തിരുവചനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരം യേശുവും മറിയവും അടങ്ങുന്ന തിരുക്കുടുംബത്തിന്റെ മാതാപിതാക്കള് നസ്രത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. യേശു ജനിച്ചത് ബേത്ലഹേമിലായിരുന്നു എന്ന് സുവിശേഷം സാക്ഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2 അധ്യായം 1 മുതലുള്ള തിരുവചനത്തിലും ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 4 മുതലുള്ള തിരുവചനത്തിലും ഇപ്രകാരം ബേത്ലഹേമിലുള്ള യേശുവിന്റെ ജനനം പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തില് ഇങ്ങനെ ബേത്ലഹേമിൽ ജനിക്കുന്ന ഉണ്ണി യേശുവിനെ കാണുവാൻ കിഴക്കിൽ നിന്നും ജ്ഞാനികള് വരുന്നതായിട്ടുള്ള സംഭവം അവതരിപ്പിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 4 മുതലുള്ള തിരുവചന ഭാഗത്ത് അത് ബേത്ലഹേമിലായിരുന്നുവെന്നും അതിനുശേഷം 8 മുതലുള്ള തിരുവചനത്തിൽ ആട്ടിടയന്മാര് ബേത്ലഹേമിൽ പോകുവാൻ ഒരുങ്ങുന്നതായിട്ടും ദൂതിൽ സ്വീകരിക്കുന്നതായിട്ടും നാം പ്രത്യേകമായിട്ട് വായിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ യഹൂദരുടെ ഇടയിൽ ഭിന്നതയുണ്ടായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം 42 തിരുവചനം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നാം കാണുന്ന മറ്റൊരു കാര്യം, ജോസഫ് തന്റെ ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി. പക്ഷേ ആ അവസ്ഥയിൽ അവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ മറിയത്തോടു കൂടി പോയി എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നു. മത്തായിയുടെ അവതരണം അനുസരിച്ച് ഭാര്യയായി മറിയത്തെ ജോസഫ് സ്വീകരിച്ചതിന് ശേഷം ഈജിപ്തിലേക്ക് പോകുമ്പോഴും ഈജിപ്തിൽ നിന്ന് ദൂതൻ പറഞ്ഞതനുസരിച്ച് നസ്രത്തിലേക്ക് തിരിച്ചു വരുമ്പോഴും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുന്ന ജോസഫിനെയാണ് നാം കാണുന്നത്. ലൂക്കായുടെ സുവിശേഷത്തില് തിരുനാളുകൾക്കായി ജെറുസലേമിലേക്ക് കുടുംബമായി പോകുന്ന ജോസഫും മറിയവും യേശുവും നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാണ്. ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 41 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം ബാലനായ യേശുവിനോടൊപ്പം അവർ ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്നു എന്നും സാക്ഷിക്കുന്നു. ഇവിടെ നാം കാണുന്ന ഒരു വസ്തുത, ജോസഫ് എപ്പോഴും തന്റെ കുടുംബത്തോട് ഭാര്യയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചതിന് ശേഷം ജീവിക്കുക. ഭാര്യയോട് ഒത്തു നടക്കുന്ന ഒരു ജോസഫിനെ ലൂക്ക ഇവിടെ അവതരിപ്പിക്കുന്നു. അവളുടെ ഗർഭാവസ്ഥയിലും പേരെഴുതിക്കുവാൻ പോകുന്ന ജോസഫ് തന്റെ ഭാര്യയെയും കൂട്ടി നസ്രത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് പോകുന്നു എന്നാണ് സുവിശേഷത്തിൽ സാക്ഷിക്കുക. കുടുംബത്തിൽ ഒരുമിച്ച് നടക്കുന്ന ഒരു പാരമ്പര്യം. സ്നേഹമുള്ളവരെ, ആധുനിക കുടുംബ ജീവിതത്തിൽ ഇന്ന് നമുക്ക് സ്വന്തമായി വാഹനങ്ങളും ജോലിയും സമ്പാദ്യവും മൊബൈലും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഭാര്യയെയും ഭർത്താവിനെയുമാണ് പലപ്പോഴും നാം കണ്ടുമുട്ടുക. എന്നാൽ ജോസഫ് തന്റെ ഭാര്യയോട് ചേർന്ന് നടക്കുന്ന ഒരു സംഭവം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു.
ഒരു കുടുംബത്തിന്റെ യാത്ര എപ്രകാരമായിരിക്കണം? ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കേവലം ബാഹ്യമായ ഒരു യാത്ര മാത്രമല്ല, ഒരു ആന്തരിക ആത്മീയമായ ഒരു ഡയലോഗിന്റെ, ഒരു ചർച്ചയുടെ, ഒരു സംഭാഷണത്തിന്റെ ഒരു മാനദണ്ഡം കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ് എന്നും കൂടി ഈ വേദഭാഗം നമ്മെ മനസ്സിലാക്കി തരുന്നു. യോസേഫിനെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കണം. യോസേഫ് ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്ന വ്യക്തി. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് തൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് അവരുടെ കുഞ്ഞിനെ പ്രസവിക്കുവാൻ ചിലപ്പോൾ തൻ്റെ താമസ സ്ഥലത്ത് സാധിക്കില്ല എങ്കിൽ അത് സാധിച്ചത് ബേത്ലഹേമിലാണ്. ആ ഒരു സാഹചര്യത്തെ പോലും നേരിടുന്നതിനും തൻ്റെ ഭാര്യയോട് ചേർന്ന് നടക്കുന്നതിനും സന്നദ്ധനാകുന്ന ജോസഫിന്റെ ഈ ജീവിത മാതൃക ആധുനിക കുടുംബങ്ങൾക്ക് മാതൃകയാകണം. ഇവിടെ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് യേശു പിറക്കുക. സ്നേഹമുള്ളവരെ, ക്രിസ്മസിന്റെ ദിവസങ്ങൾ അടുക്കുന്നു. ക്രിസ്മസ് സമയത്ത് ആ തിരുപ്പിറവി നാം അനുസ്മരിക്കുന്നു. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തില് 2-ാം അധ്യായം 6 മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ഭാഗം നമ്മൾ അടുത്ത ദിവസം പ്രത്യേകമായിട്ട് പരിചിന്തനം ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ പശ്ചാത്തല സംഭവം മാത്രം ഇവിടെ പരാമർശിക്കുകയാണ്. കാലവും സ്ഥലവും വ്യക്തികളും അവതരിപ്പിക്കപ്പെടുന്ന ലൂക്കായുടെ ഒരു പശ്ചാത്തല അവതരണം മാത്രമാണ് ഇന്നത്തെ ഈ എല്ലാ തിരുനാളിന് മുമ്പുള്ള ഈ ഞായറാഴ്ച നാം പരിഗണിച്ചത്. നാം പ്രത്യേകമായിട്ട് ചിന്തിച്ചത് ഈ വേദഭാഗം നമുക്ക് ലോകരക്ഷകനായ യേശുവിൻ്റെ മഹത്വം, ആ ചരിത്രത്തിലെ വലിയ വ്യക്തിത്വം അവതരിപ്പിക്കുവാൻ മാത്രം കഴിവുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ ചരിത്രപരതയെക്കുറിച്ചും സാർവത്രികതയെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള വേദഭാഗമായിട്ട് നമുക്കിതിനെ സമീപിക്കാം. അങ്ങനെ ആ ബേത്ലഹേമില് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് യേശു ഒരു കാലിത്തൊഴുത്തിൽ പിറക്കുമ്പോൾ ഇപ്രകാരം ലൂക്കായുടെ അവതരണം അനുസരിച്ചുള്ള ഒരു പശ്ചാത്തലം അത് വഴിയൊരുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വേദഭാഗത്തെ നമുക്ക് സമീപിക്കാം. നമുക്ക് ഈ അടുത്തു വരുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ മുൻകൂട്ടി ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ക്രിസ്മസ് തിരുനാളിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ വചനം പ്രഘോഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.